അപ്പോൾ 2025 എല്ലാവരെയും വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്ന് ഞെട്ടിക്കണം എന്ന്, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് തരാമെന്നാണ് സർക്കാർ ഒരുങ്ങിയിട്ടുള്ളത്. വൈദ്യുതി നിരക്ക് ഒന്നും കൂടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ ഒരു പരാതി ഉണ്ട്, വൈദ്യുതി നിരക്ക് പോരാ, ഉള്ളത് കുറച്ചും കൂടി വർദ്ധിപ്പിക്കണമെന്ന് ആരുടെയൊക്കെയോ പരാതി ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ഏതായിരുന്നാലും ഒരു നിലക്കും സാധാരണക്കാരായ ആളുകളെ ജീവിക്കാൻ ഒരു നിലക്കും സമ്മതിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് ഇങ്ങനെ ഒരു തലക്ക് 2 കൊട്ട് കൊട്ടിയിട്ട് ഈ വർഷം തുടങ്ങാം എന്നൊരു തീരുമാനത്തിലാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നമ്മുടെ സാധനങ്ങളുടെ വിലക്കയറ്റം. ഇപ്പോൾ സാധാരണഗതിയിൽ പെട്രോളിന് ഡീസലിനൊക്കെ വില കയറുമ്പോൾ നമ്മളെന്തെങ്കിലും കടയിൽ സാധനങ്ങൾ വാങ്ങിയാൽ അപ്പോൾ അവർ പറയുന്നൊരു മറുപടി, എന്താണ് ഇത്ര വില കൂടാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, പെട്രോളിനൊക്കെ വില കൂടിയല്ലോ, ഡീസലിനൊക്കെ വില കൂടിയില്ലെന്ന്. അപ്പോൾ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണക്ക് വൈദ്യുതിയുടെ ചാർജ് നിരക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇനി ആളുകൾ എന്താണ് ഇങ്ങനെ വില കൂടാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിന് വില കൂടിയില്ലേ, ചാർജ് കൂട്ടിയില്ല എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വിലക്കയറ്റം മറ്റുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളിലും കൂടും. പെട്രോളിന് വില വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടാറുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത ഏതൊരു വസ്തുവും അല്ലെങ്കിൽ ഏതൊരു സംഗതി, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, കറണ്ടിൻ്റെ ഉപയോഗം ഇല്ലാത്ത ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും കറണ്ടിൻ്റെ ചാർജ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലും വർധനവുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 19 ചില്ലാനം ഡാമുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇത്രയും ഡാമുകൾ ഉണ്ടായിട്ടും നമുക്കെന്താണ് പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പണ്ട് ഈ ഡാമുകളുടെ ചർച്ച വരുന്നത് മഴക്കാലത്താണ്. മുല്ലപ്പെരിയാർ വിഷയം വരുമ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ ഡാമുകളെ പറ്റിയുള്ള ചർച്ച വരുന്നത്. അതിന് മുമ്പ് ആരും ഇത്തരം ചർച്ചകൾ ചെയ്യാറില്ല. അപ്പോൾ ഈ ഡാമുകൾ ഇങ്ങനെ വലിയ വലിയ ഡാമുകളെ കൊണ്ട് സാധാരണക്കാരായ ആളുകൾ, കേരളത്തിലുള്ള ആളുകൾക്ക് എന്താണ് പ്രയോജനം ചോദിച്ചാൽ ഒരു പ്രയോജനമില്ല. ഇവിടെ വൈദ്യുതിക്ക് പ്രത്യേകിച്ച് നമുക്ക് പ്രയോജനം, വില കൂട്ടുക എന്നല്ലാതെ കുറക്കൂല. മുമ്പൊരു ചാനൽ ചർച്ചയിൽ, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ ഒരു വക്കീൽ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. വക്കീലിനോട് ചോദിച്ചു, ഇത്രയും ഡാമുകൾ നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം എന്ന് ചോദിച്ചപ്പോൾ ആ വക്കീൽ പറഞ്ഞ മറുപടി, കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ ചൂണ്ടിലിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു ഡാമിൽ. അപ്പോൾ ഈ ഡാമുകൾ മുഴുവനും നമ്മുടെ ആളുകളുടെ, അവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഡാമിന് ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ തലക്ക് മുകളിൽ ഒരു ഭീഷണിയായിട്ട്, വലിയൊരു വെല്ലുവിളിയായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. വളരെ ചുരുങ്ങിയ ഡാമുകൾക്ക് മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ള യൂണിറ്റ് വൈദ്യുതി മുഴുവനും മറ്റു രാജ്യങ്ങളിൽ നമ്മൾ കടമെടുക്കുക. അപ്പോൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും വൈദ്യുതി നിരക്ക് കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം? ഇനിയിപ്പോൾ സർക്കാർ അതിൽ നിന്ന് പിന്തിരിയാൻ പോകുന്നൊന്നുമില്ല. ഇത് കൂടാന്നല്ലാതെ കുറയില്ല. നമ്മുടെ വൈദ്യുതി ഉപയോഗത്തെ നമ്മൾ നിയന്ത്രിക്കുക. പരമാവധി വീടുകളിൽ വൈദ്യുതി ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക. വെറുതെ നമ്മുടെ വീടുകൾ ഒരുപാട് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അത്തരം വൈദ്യുതി ഉപയോഗങ്ങൾ നമ്മൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.